Hello everyone, welcome back to our YouTube channel. സ്റ്റോക്ക്ഹോം നഗരത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഈ വീഡിയോയിൽ കാണാം. ഏകദേശം 45 മിനിറ്റിൽ നമ്മൾ സ്റ്റോക്ക്ഹോം സിറ്റി സെൻറ്ററിലെത്തി. അടുത്തതായി ഗാംല സ്റ്റാൻ അഥവാ ഓൾഡ് ടൗണിലേക്കാണ് യാത്ര. സിറ്റിയിൽ ഇറങ്ങുമ്പോൾ തന്നെ സ്റ്റോക്ക്ഹോമിൻ്റെ വൈഭവം അനുഭവപ്പെടുന്നു. വൃത്തിയായി കെട്ടിനിർത്തിയ റോഡുകൾ, ശാന്തമായ കാലാവസ്ഥ, മനോഹരമായ കെട്ടിടങ്ങൾ. ഓൾഡ് ടൗണിലേക്ക് പോകും വഴി ഞങ്ങൾ സ്റ്റോക്ക്ഹോം വേൾഡ് ട്രേഡ് സെൻറ്റർ കണ്ടു. ഒരു ആധുനികതയുടെ പ്രതീകമായി നിലകൊള്ളുന്ന ഈ കെട്ടിടം നഗരത്തിൻ്റെ സാമ്പത്തിക പ്രാധാന്യവും ആഗോള ബന്ധങ്ങളും സാക്ഷ്യപ്പെടുത്തുന്നു. അവിടെ നിന്ന് ഞങ്ങൾ സെൻട്രൽ സ്റ്റേഷനിലേക്ക് പോയി ട്രാൻസ്പോർട്ടേഷൻ ടിക്കറ്റ് എടുത്തു. 24 അവർ ടിക്കറ്റ് എടുത്താൽ ട്രാം, ബസ്, ട്രെയിൻ എന്നിവയിലെല്ലാം ഉപയോഗിക്കാം. നേരെ ഓൾഡ് ടൗൺ ലക്ഷ്യമാക്കി നടന്നു. ഓൾഡ് ടൗണിലേക്ക് പോകുമ്പോൾ വഴിയിൽ മനോഹരമായ കാഴ്ചകളും ചെറുകിട കഫേസും കാണാം. കുറച്ചധികം നടക്കാനുണ്ട്. സ്റ്റോക്ക്ഹോമിൽ അനവധി മ്യൂസിയങ്ങളുണ്ട്. ഒരു മ്യൂസിയത്തിനടുത്തായാണ് സ്റ്റോക്ക്ഹോമിൻ്റെ ഐക്കോണിക് ലാൻഡ്മാർക്കായിട്ടുള്ള 3 നിറത്തിലുള്ള കെട്ടിടമുള്ളത്. ചുവപ്പ്, മഞ്ഞ, ഓറഞ്ച് നിറമാണിതിന്. നല്ല തിരക്കുള്ള സ്ഥലം. നിരവധി കഫേസും കാണാം. പുരാതന കാലത്തെയും യൂറോപ്യൻ ശില്പകലയുടെ മനോഹാരിതയും ഈ കെട്ടിടങ്ങൾ ഉയർത്തി കാണിക്കുന്നു. ഇത് കാണുമ്പോൾ തന്നെ ഒരു പോസ്റ്റ് കാർഡിൻ്റെ മനോഹാരിത പോലെ തോന്നും. ഇതാണ് സ്റ്റോക്ക്ഹോം പാലസ്, സ്വീഡൻ രാജാവിൻ്റെ ഔദ്യോഗിക വസതി. ഈ പാലസ് വളരെ വലിപ്പമുള്ളതാണ്. പുറത്തുനിന്ന് കാണുമ്പോൾ പോലും അതിൻ്റെ പ്രൗഢത കാണാനാവും. ഇതിനു മുന്നിലായി സെക്യൂരിറ്റി ഗാർഡ്സ് ഉണ്ട്. ഇതിന് സമീപത്തായാണ് ഒരു ഫെറി പോയിന്റ്. നദിക്കരയിലെ ഈ സ്ഥലം ടൂറിസ്റ്റുകൾക്ക് പ്രിയപ്പെട്ടതാണ്. കാരണം ഇവിടെ നിന്ന് ചെറിയ ബോട്ടുകളും ഫെറികളും സ്റ്റോക്ക്ഹോം നഗരത്തിന് ചുറ്റുമുള്ള ദ്വീപുകളിലേക്ക് യാത്ര ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഫെറിയിൽ പോകുന്നില്ല. അത് നമ്മുടെ സെക്കൻഡ് ഡേ പ്ലാനാണ്. നമ്മൾ വീണ്ടും ഗാംല സ്റ്റാനിലേക്ക് തന്നെ നടന്നു. എല്ലാ ലൊക്കേഷനുകളും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഹോട്ടൽ ചെക്ക് ഇൻ ടൈം ആയിട്ടില്ല. അതിനാൽ വെസ്റ്റ്ഫീൽഡ് മാൾ ഓഫ് സ്കാൻഡിനേവിയയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ഇത് ഓൾഡ് ടൗണിനുള്ളിൽ തന്നെയായി കാണപ്പെടുന്ന ഒരു പള്ളിയാണ്. നമുക്കതിനുള്ളിൽ കയറാം. അങ്ങനെ ട്രെയിൻ സ്റ്റേഷനിലെത്തി. ഇതാണ് നമുക്ക് പോകാനുള്ള ട്രെയിൻ. ഇതാണ് സ്റ്റോക്ക്ഹോമിലെ ഏറ്റവും വലിയ മാളുകളിലൊന്ന്, വെസ്റ്റ്ഫീൽഡ് മാൾ ഓഫ് സ്കാൻഡിനേവിയ. ട്രെയിൻ വഴി എളുപ്പത്തിൽ എത്തിച്ചേരാവുന്ന ഈ മാൾ ബ്രാൻഡഡ് ഷോപ്പുകളും റെസ്റ്റോറൻറ്റുകളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു വലിയ ഹബ്ബാണ്. ഹോട്ടൽ ചെക്ക് ഇൻ ടൈം ആയതിനാൽ നമ്മൾ സോൾനയിലേക്ക് പോയി. സോൾന സ്റ്റോക്ക്ഹോമിനടുത്തുള്ള ഒരു പ്രദേശമാണ്. അങ്ങനെ ചെക്ക് ഇൻ കഴിഞ്ഞു. ഇനി വിശ്രമം. ഇന്ന് സ്വീഡനിലെ നമ്മുടെ സെക്കൻഡ് ഡേ ആണ്. രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. യൂറോപ്യൻ ഫ്യൂഷൻ ഡിഷസും എല്ലാമുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണിത്.
ഞാൻ യൂറോപ്യൻ ഫ്യൂഷൻ ഡിഷസിൻ്റെ വലിയൊരു ഫാനല്ല. അതിനാൽ എനിക്കിഷ്ടമുള്ള കുറച്ച് ഐറ്റംസ് ഞാൻ എടുത്തു. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം നമ്മൾ ചെക്കൗട്ട് ചെയ്തു. ഇനി തിരിച്ച് സെൻട്രൽ സ്റ്റേഷനിൽ എത്തണം. സെക്കൻഡ് ഡേ പ്ലാനിങ്ങിലുള്ള 2 സ്ഥലങ്ങളിൽ നമുക്ക് പോകാനുണ്ട്. സ്റ്റോക്ക്ഹോമിലെ ഫേമസ് ആയിട്ടുള്ള വാസ മ്യൂസിയത്തിലും പിന്നെ ഫെറിയിലും. അങ്ങനെ നമ്മൾ സെൻട്രൽ സ്റ്റേഷനിലെത്തി. ഇവിടെ നിന്ന് വാസ മ്യൂസിയത്തിൻ്റെ ലൊക്കേഷനിലേക്ക് ട്രെയിനുണ്ട്. കുറച്ച് സമയത്തെ കാത്തിരിപ്പിനൊടുവിൽ ട്രെയിൻ എത്തി. വാസ മ്യൂസിയത്തിൻ്റെയും ഫെറി യാത്രയുടെയും കൂടുതൽ വിശേഷങ്ങൾ വരും വീഡിയോസിൽ നമുക്ക് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.